പ്രളയത്തിൽ തകർന്ന ഇടുക്കി മൂന്നാർ ഗവൺമെന്റ് കോളേജിന്റെ പുനർനിർമ്മാണത്തിനായുള്ള മണ്ണ് പരിശോധന തുടങ്ങി. തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ജിയോ ടെക്നിക്കൽ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് മണ്ണ് പരിശോധന നടത്തുന്നത്. 2018 പ്രളയത്തെ തുടർന്നുണ്ടായ മലയിടിച്ചിലിലാണ് മൂന്നാർ ഗവൺമെന്റ് ആർട്സ് കോളേജ് കെട്ടിടം പൂർണ്ണമായും തകർന്നത്. വീണ്ടും മലയിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ കോളേജ് നിലനിന്നിരുന്ന സ്ഥലത്ത് പുനർനിർമ്മാണം അസാധ്യമാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് കെട്ടിടം നിർമ്മിക്കുന്നതിനായി ബജറ്റ് ഹോട്ടൽ, എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവയുടെ ഭൂമിയും സമീപത്തെ റവന്യൂ ഭൂമിയും ചേർന്ന് 20 ഏക്കർ സ്ഥലം കണ്ടെത്തിയത്. ഇവിടെ മണ്ണ് പരിശോധന ആദ്യഘട്ടം നടത്തിയിരുന്നെങ്കിലും പിന്നീട് കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായില്ല. ഇത് വ്യാപക പ്രതിഷേധങ്ങൾക്കും വഴിതെളിച്ചു. തുടർന്നാണ് തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ജിയോ ടെക്നിക്കൽ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മണ്ണ് പരിശോധന നടത്തുന്നത്. ഇടുക്കി DTPCയുടെ കീഴിലുള്ള ബജറ്റ് ഹോട്ടലിനോട് ചേർന്ന പ്രദേശവും മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഭൂമിയും അതേപോലെ അതിനോട് ചേർന്ന് കിടക്കുന്ന റവന്യൂ ഭൂമി ഉൾപ്പെടെ 20 ഏക്കറോളം സ്ഥലമാണ് നിലവിൽ സർവേ നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഒരു ഏകദേശം 10-12 ദിവസത്തിനകം തന്നെ സോയിൽ ടെസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രതീക്ഷ. കോളേജ് നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് CPM, CPI പരസ്പരം പഴിചാരി സമരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. കോളേജിന് സ്വന്തമായി കെട്ടിടമില്ലാത്തതിനാൽ വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും നിരവധി തവണ മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു. നിലവിൽ കോളേജ് പ്രവർത്തിക്കുന്നത് DTPCയുടെ ബജറ്റ് ഹോട്ടലിലാണ്. മണ്ണ് പരിശോധന ആരംഭിച്ചതോടെ കോളേജ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാകുമെന്ന പ്രതീക്ഷയിലാണ് അധ്യാപകരും കുട്ടികളും. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.